നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ പ്രൊഫസർ എന്ന് പറയുമ്പോൾ എന്നേക്കാൾ മിടുക്കുള്ള ഡോക്ടറാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യത്തിൽ നമ്മളിവിടെ ഒരു റിസ്ക് എടുക്കണ്ട. അർച്ചന ഒരു കാര്യത്തിനും ടെൻഷൻ ആവണ്ട. ആവശ്യം ഇതായതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സാഹചര്യവുമായി അർച്ചന എത്രയും പെട്ടെന്ന് പൊരുത്തപ്പെട്ട് വന്നോളൂ. നിങ്ങൾക്ക് ഗുണമുള്ളതേ ഞാൻ ചെയ്യും. അതിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള കാലത്തോളം ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. നിങ്ങളുടെ ആഗ്രഹം നടക്കുകയും ചെയ്യും. ഡോക്ടർ, അത് അർച്ചന ഒരു 2 മിനിറ്റ് കാറിലേക്ക് ഇരിക്കാമോ? ഞാൻ സച്ചിയോട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ, മറ്റു പ്രശ്നങ്ങൾ വല്ലതുണ്ടോ? മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ അർച്ചനയ്ക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. സച്ചി വേണം അർച്ചനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. നിങ്ങൾക്കൊരു കുഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ യാത്ര കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവും. ഡോക്ടർ അമല മാഡത്തിന് എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. ഇപ്പോഴും 100% ഉറപ്പ് ഡോക്ടർ പറയാത്ത സ്ഥിതിക്ക് ആ ഒരു ടെൻഷൻ എനിക്കുള്ളൂ. ഈ ഒരു സാധ്യത കൂടി അടഞ്ഞാൽ എൻ്റെ അർച്ചനയുടെ ജീവിതം ഇരുട്ടിലാവും. അക്കാര്യം ഉറപ്പാണ്. അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഇപ്പൊ എൻ്റെ പേടി. ആ പേടിക്കുള്ള മറുപടി പറയാൻ കൂടിയേ ഞാൻ അർച്ചനയോട് കാറിലിരിക്കാൻ പറഞ്ഞത്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മാറി നിന്നാലുള്ള ഗുണം എന്താന്ന് വെച്ചാ, സച്ചി ഭയക്കുന്ന പോലെ ഈശ്വരൻ നിങ്ങളെ മൊത്തത്തിൽ കൈവിട്ടാൽ, അങ്ങനെ വന്നാൽ മാത്രം നിങ്ങൾക്ക് ഒരു അഡോപ്ഷനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. ആദരയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്ന അർച്ചനയ്ക്ക് പ്രസവിച്ചില്ലെങ്കിലും മറ്റൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പൂർണ്ണമായി സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിത് മറ്റാരെ അറിയിക്കണ്ട. നിങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇവിടെ മറ്റാരും ഇത് അറിയാനും പോകുന്നില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യും. കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് ആരെ അറിയിക്കാതെ അർച്ചന പ്രസവിച്ച കുഞ്ഞായി തന്നെ നിങ്ങൾക്കിവിടെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പറ്റും. അതിന് നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. അഡോപ്ഷനെ കുറിച്ച് അർച്ചനയോട് പറയുമ്പോൾ എല്ലാം തുറന്നു പറയേണ്ടി വരില്ല ഡോക്ടർ? അപ്പൊ പിന്നെ ഈ ചെയ്തെല്ലാം വെറുതെ ആവില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് സച്ചി വിഷമിക്കണ്ട. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അമല മാഡം ചെയ്തോളൂ. സച്ചി നല്ലോണം ആലോചിക്കുക, എന്നിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അർച്ചനയുമായി ഒന്ന് സംസാരിക്കട്ടെ ഡോക്ടർ? അതിനുശേഷം ഞാൻ വിളിക്കാം. ശരി. ഈശ്വര, എന്നോട് ക്ഷമിക്കണം. എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം സച്ചിയുടെയും അർച്ചനയുടെയും ട്രീറ്റ്മെന്റ് അല്ല, എന്നെ വിധവയാക്കിയവനെ തീർക്കലാണ്. അതിനുവേണ്ടി ഞാൻ ഇവരെ ഒഴിവാക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.